ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ടുള്ളത് ഈ ചൂടിനും ഇഫ്താറിനൊക്കെ ദാഹം മാറ്റാൻ പറ്റിയ അടിപൊളി ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ്. അതുപോലെ തന്നെ പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തണ്ണിമത്തൻ പകുതി കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അതിൽ നിന്നെല്ലാം ഒന്ന് ചുരണ്ടി മാറ്റണം. നമ്മൾ ഈ തണ്ണിമത്തൻ്റെ തോടിൽ തന്നെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെർവ് ചെയ്യാം. പക്ഷേ തണ്ണിമത്തൻ്റെ തോടിൽ സെർവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അത് കാണാനൊരു ഭംഗിയൊക്കെ ആവും. പ്രത്യേകിച്ച് പാർട്ടികളിലൊക്കെ അത് അങ്ങനെ വെക്കുമ്പോൾ പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം ഇതാ ചുരണ്ടിയിട്ട് തണ്ണിമത്തൻ തോടിൽ നിന്ന് ചുരണ്ടി മാറ്റുകയാണ്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ചുരണ്ടി എടുത്തൊരു ബൗളിലേക്ക് എല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മളൊന്ന് കുത്തി ഉടക്കുകയാണ്. ഇനി അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ. അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് ഞാൻ ഒരു തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചേർത്തിട്ട് ഇതിനൊരു പകുതിയിൽ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മധുരത്തിന്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരം നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ തേങ്ങാപ്പാലാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. പാലിനെക്കാട്ടിലും ടേസ്റ്റ് പാൽ ചെയ്താലും നല്ലതാണ്. പക്ഷേ ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് തേങ്ങാപ്പാൽ ചെയ്തെടുക്കുമ്പോഴാണ്. അത് നമ്മൾ മിക്സാക്കിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം തണ്ണിമത്തൻ്റെ തോടെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുത്തി ഉടച്ച് വെച്ചിട്ടുള്ള മറ്റേ തണ്ണിമത്ത കുറച്ച് പകുതി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്ര ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ്. അപ്പോൾ നമുക്ക് തണുപ്പ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഐസ് ക്യൂബ്സ് ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിയാ സീഡ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ചിയാ സീഡ് ചേർത്ത് കൊടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയും നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, താങ്ക് യു.